ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ UGC നെറ്റിന്റെ ആദ്യത്തെ ഷിഫ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ, അതായത് ഡിസംബർ 31 രാവിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രണ്ടാം തീയതിയാണ് ഇനി അടുത്ത പരീക്ഷ വരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലേക്കൊക്കെയുള്ള ഷിഫ്റ്റുകൾക്കായിട്ട് കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ഷിഫ്റ്റുകളുടെയും എല്ലാ ദിവസങ്ങളുടെയും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസങ്ങളുടെയും എല്ലാ ഷിഫ്റ്റുകാരുടെ എല്ലാ എക്സാംസിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന പരീക്ഷയുടെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ എഴുതിയതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് ഉൾപ്പെടെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പേപ്പർ 1 പറ്റി പറയുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു പേപ്പർ ആയിരുന്നു ഇത്തവണത്തെ ഇന്ന് രാവിലെ നടന്ന പരീക്ഷയുടേത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഈ സിനിമയിൽ നിന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. DAയിൽ നിന്നും മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നീ പറഞ്ഞ പോലെ ട്രെയിന്, പ്ലാറ്റ്ഫോം, അത് അങ്ങനെ സ്പീഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 2 ചോദ്യങ്ങളോളം ഉണ്ടായിരുന്നു. അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻസ്, DI ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതായത് ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കാൻ, ഒരുപാട് സമയം കളയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടും NEP 2020യുമായി ബന്ധപ്പെട്ടും അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അത് ഉണ്ടായിരുന്നു. NEP 2020യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ UEC സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇതോടൊപ്പം പറയാനുള്ളത്. പിന്നീട് റിസർച്ചുമായി ബന്ധപ്പെട്ട വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്ടിവിറ്റി, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തുടങ്ങിയ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു, ചോദ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നു. DAയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. റേഷ്യോയുടെയും പേഴ്സൻറ്റേജിന്റെയും ഇൻക്രീസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൂടാതെ പീപ്പിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട ഈ ഗ്ലോബൽ വാർമിംഗ്, എയർ പൊല്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഇത്തവണത്തെ പേപ്പർ 1 നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പൊതുവെ നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷനും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എങ്കിലും സിലബസ് ഫുള്ള് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നമ്മൾ പേപ്പർ 1 പറയുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. ഒന്നും ഒഴിവാക്കാനായിട്ടില്ല. അടുത്ത ഷിഫ്റ്റുകൾ, ഇത് നമ്മൾ പറഞ്ഞ ഈ ഒരു ആദ്യത്തെ ദിവസത്തെ ഷിഫ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോവുക. ആ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നോട്ടെ. നമ്മൾ എന്തും എക്സ്പെക്ട് ചെയ്ത് പോകണം. ഇനിയുള്ള പരീക്ഷകളും സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതോ ഡിഫിക്കൽറ്റോ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പോവുക. എന്ത് വന്നാലും അത് നേരിടാനുള്ള തയ്യാറെടുപ്പോട് കൂടി നമുക്ക് പറ്റും. നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ നോട്ടുകളാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. I+ന്റെ ഉൾപ്പെടെയുള്ള വീഡിയോസ് ഇതേ ചാനലിലുണ്ട്. പേപ്പർ 1 ഒരു 14 മണിക്കൂറോളമുള്ള മാരത്തൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് സ്പീഡ് കൂട്ടിയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേപ്പർ 2 വിവിധ സബ്ജക്റ്റുകളുടെ വിഷയങ്ങളുടെ മാരത്തൺസ് അവൈലബിൾ ആണ്. കൊമേഴ്സിന്റെ ഒരു മാരത്തൺ നമ്മൾ നാളെ 2-ാം തീയതി, അല്ല 1-ാം തീയതി, ജനുവരി 1-ാം തീയതി തന്നെ ഒരു 7 അവർ ഡ്യൂറേഷനുള്ള ഒരു മാരത്തൺ നമ്മൾ നാളെ ഈവനിങ് തൊട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിക്കുക. ഇത്തവണ തന്നെ നെറ്റും JRF നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.